ഹലോ, എന്താ ഇത്ര വലിയ ആലോചന? നന്ദു, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഇനി എന്തിനാ പേടി? ഒരുപാട് അപകടങ്ങളിൽ നിന്നാ നമ്മൾ രക്ഷപ്പെട്ട് സേഫായി എത്തിയത്. കാട്ടു വെച്ച് നടന്നേക്ക് മറന്നേക്ക്. അതല്ല, അമ്മ ഇന്നലെ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, അത് മുതലാ എനിക്ക് വല്ലാത്തൊരു ആദി പോലെ. അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഞാൻ വിഷമിക്കുന്നുണ്ട് സ്നേഹം തോന്നിക്കാണും, അത്രേ ഉള്ളൂ. നന്ദ, നന്ദ വാതില് തുറക്ക്. എന്താ ചേച്ചി? തുറക്കടാ, ഇട വാതില് തുറക്കടാ. നന്ദ ദാ വരുന്നു. എപ്പോഴും വാതിലടിച്ച് കെട്ടിയിരുന്നു. താഴെ പോലീസ് വന്നിട്ടുണ്ട്. വസുന്ധര, എന്താ ചേച്ചി? ഇന്ന് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് അവര് പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അല്ല, എന്തിനാ എന്നെ വിളിക്കുന്നേ? എനിക്കറിയില്ലടാ, ഒന്നും അറിയില്ല. അവരൊന്നും പറയുന്നുമില്ല. എന്തോ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നീ ഇങ്ങനെ കഥക്ക് പാതി അടച്ച് നിൽക്കാതെ ഒന്ന് താഴോട്ട് വന്നേ. ഈശ്വര, എന്തൊക്കെയാണോ സംഭവിക്കുന്നത്? ചേച്ചി വയ്ക്കോ, ഞാൻ വരാം. ചേച്ചി പോകുന്നില്ല, നീ ഇങ്ങോട്ട് വന്നേ. വരാൻ ചേച്ചി, വാടാ ഇങ്ങോട്ട്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായല്ലേ നന്ദ? അല്ലെങ്കിൽ നന്ദന്റെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വന്ന് ഞാനാണ് കുറ്റവാളി, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോരാറുണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാന്ന് കരുതി, നന്ദനെ ഒന്ന് കാണാൻ. സത്യം പറഞ്ഞ നന്ദന്റെ ഒരു സഹായം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോ വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാ, നന്ദൻ എനിക്ക് ഒടുക്കത്തെ പ്രഷറാണ് കുറ്റവാളി അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്നിപ്പോ ഇവിടെ വെച്ച് അറസ്റ്റ് നടത്താനായിട്ടാണ് ഞങ്ങൾ വന്നത്. ദേവികയെ കിട്ടാത്ത സ്ഥിതിക്ക് നന്ദനെ ഞങ്ങളങ്ങ് കൊണ്ടുപോവുക. അത് എവിടെ തന്നെ ആയോ? ഒരാളെ കണ്ടുപിടിച്ചില്ല എന്ന് കരുതി വേറൊരാളെ കൊണ്ടുപോകാനോ? സാറൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ, അത്രേ ഉള്ളൂ. പ്രതി എന്ന പേരിൽ ഇന്ന് ആരെയെങ്കിലും മീഡിയയുടെ മുന്നിൽ ഹാജരാക്കിയേ പറ്റൂ. പിന്നെ എന്ത് ചെയ്യും സർ? നാണക്കേട് കാരണം പുറത്തിറങ്ങാനും വയ്യ, ഫോൺ എടുക്കാനും വയ്യ. ട്രോളോട് ട്രോളല്ലേ? നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കുകയാണോ? പോലീസിനെ ചുമ്മായിട്ട് കളിപ്പിക്കാം, ഞങ്ങൾ അങ്ങോട്ട് കളിയാക്കാൻ പാടില്ല അല്ലേ? അത് കൊള്ളാലോ സർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.